നമസ്കാരം. അസോസ്പെർമിയ, സെമിനകത്ത് ബീജാണുക്കൾ കാണാത്ത അവസ്ഥ, ഇതൊരിക്കലും ഒരു അന്തിമ വാക്കല്ല. ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, കൊണ്ടിരുന്ന കൊള്ളിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ അവസ്ഥ കാണപ്പെടാം. നമ്മളിവിടെ കാണാം, ടെസ്റ്റീസിൽ നിന്ന് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ കൊള്ളുകളാണ് ബീജത്തെ കൊണ്ടുവരുന്നത്. ഈ കൊള്ളുകൾക്ക് തടസ്സം വന്നാൽ അതിനാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയ എന്ന് പറയുന്നത്. വൃഷ്ണത്തിൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരാം. ഇതിനെ നമ്മൾ അസോസ്പെർമിയ എന്ന് പറയും. വൃഷ്ണത്തിന്റെ ചില ഭാഗത്ത് മാത്രമേ ബീജം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളെങ്കിലും ഈ അവസ്ഥ വരാം. ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്. എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, പണ്ട് നമ്മൾ കരുതിയിരുന്നു ഒരാളുടെ വൃഷ്ണത്തിന്റെ വലിപ്പം ചെറുതാണെങ്കിലോ തീരെ ചെറുതാണെങ്കിലോ അല്ലെങ്കിൽ FSH എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ് കൂടുതലാണെങ്കിലോ ആളിൽ ബയോപ്സി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മൈക്രോറ്റീസ, നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ വൃഷ്ണത്തിന്റെ പല ഭാഗത്തു നിന്ന് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കൊള്ളുകൾ ഉണ്ടോ എന്ന് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടി നോക്കി നടത്തിയതിന്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലായി, തീരെ ചെറിയ വൃഷ്ണമുള്ളവരിലും ചിലപ്പോൾ അവരുടെ വൃഷ്ണത്തിന്റെ ചില ഭാഗത്തു മാത്രം ബീജോൽപാദനം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, വൃഷ്ണത്തിന്റെ വലിപ്പം ചെറുതാണെങ്കിലും FSH ലെവൽ കൂടുതലാണെങ്കിലും ഒരിക്കലും ഫർദർ പരിശോധനകൾ ആവശ്യമില്ല എന്ന് കരുതരുത്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകനെങ്കിലും ഈ അറിവ് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. രോഗികൾ അടക്കമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ എനിക്ക് മാത്രമേ ഉള്ളോ ഈ അവസ്ഥ? ഇങ്ങനെയുള്ള രോഗികൾ ഇവിടെ വരാറുണ്ടോ? വന്ധ്യതാ ചികിത്സ എടുക്കുന്ന 10% പേരിൽ, ഒന്നുകൂടി ഞാൻ പറയാം, വന്ധ്യതാ ചികിത്സ എടുക്കുന്ന 10% പേരിൽ അസോസ്പെർമിയ നമ്മൾ കാണാറുണ്ട്. 100-ൽ 1 പുരുഷന് ഈ അവസ്ഥ ഉണ്ട്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. 50,000 ആണുങ്ങളെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അതിൽ 5,000 മുതൽ 7,500 പേര് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത അവസ്ഥ അവർക്കുണ്ട്. അതിൽ 500 പേർക്ക് അസോസ്പെർമിയ എന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മൾ തനിച്ചാണ് എന്നുള്ള ചിന്താഗതി മാറ്റുവാൻ ഈ ചിന്ത നമ്മളെ സഹായിക്കും. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയുണ്ടാവുന്നത്? ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ക്ലൈൻഫെറ്റർ സിൻഡ്രോം, നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി എടുക്കുന്ന കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷന്റെ ഫലമായിട്ട് ഈ അവസ്ഥയുണ്ടാവാം. അമിതമായിട്ടുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം, നമ്മൾ ഈ പടത്തിൽ കാണാം, ടെസ്റ്റീസിൽ നിന്ന് ബീജം ഉൽപ്പാദിപ്പിച്ചാൽ കൊള്ളുകൾ വേണം ഈ ബീജത്തെ വെളിയിൽ കൊണ്ടുവരുവാൻ. ഈ കൊള്ളുകൾക്ക് ഇല്ലാത്ത അവസ്ഥ, ജന്മനാ തന്നെ ചിലർക്ക് ഈ കൊള്ളുകൾ ഇല്ലാതെ വരാം. ായിട്ടുള്ള വൈകല്യങ്ങൾ, വൃഷ്ണത്തിന്റെ വളർച്ചയിലുള്ള വൈകല്യങ്ങൾ, അന്തരീക്ഷത്തിന്റെ ഘടനയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ അവസ്ഥയുണ്ടാക്കും. പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ചോദ്യം, ഡോക്ടറെ എനിക്ക് അസോസ്പെർമിയാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സെമൻ റിപ്പോർട്ടിനകത്ത് അസോസ്പെർമിയ എന്ന് കണ്ടാൽ ഒരിക്കലും ഒരു ടെസ്റ്റ് കൊണ്ട് നിങ്ങളുടെ ആ പരിശോധന നിർത്തരുത്. വേറെ ഒരു നല്ല ലാബിൽ പോയി നിങ്ങളുടെ സെമൻ ഒന്നുകൂടി പരിശോധിപ്പിക്കണം. അത് അസോസ്പെർമിയ ആണോ എന്ന് കൺഫേം ചെയ്യണം. കാര്യം പുരുഷ ബീജത്തിന്റെ അനാലിസിസ് ലാബുകളിൽ നിന്ന് വ്യത്യസ്തമെന്നു എന്ന് വരാം. ഒരാൾ നോക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ സെമിനകത്ത് 1-2 ബീജാണുക്കൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടാകണം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചികിത്സ അത് മാറ്റാം. അസോസ്പെർമിയ ഒരു ലാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, എന്നാൽ വേറെ ലാബിൽ നോക്കിയപ്പോൾ 1-2 ബീജാണുക്കൾ അതിനകത്തുണ്ട് എന്ന് കണ്ടാൽ ഓർക്കണം, അവസ്ഥ 2-2 അത് അസോസ്പെർമിയ അല്ല. എങ്ങനെയാണ് ഡോക്ടർ ഇത് അറിയുന്നത്? ഇത് ബ്ലോക്കിന്റെ പ്രോബ്ലമാണോ അതോ ഫാക്ടറി പ്രോബ്ലമാണോ? ഒരു രോഗി എന്നോട് വന്ന് ചോദിച്ച ചോദ്യമാണ്. എനിക്കത് വളരെ തമാശയായിട്ട് തോന്നി, നല്ലൊരു വേർഡായിട്ട് തോന്നി. ഇതൊരു ഫാക്ടറിയുടെ പ്രശ്നമാണോ അതോ ട്രാഫിക് ബ്ലോക്കിന്റെ പ്രശ്നമാണോ? 100% അക്യുറസിയോടെ ഇത് പറയുവാൻ നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ട്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നു ബ്ലഡ് ടെസ്റ്റുകളായ FSH ഇൻഹിബിനൊക്കെ നോക്കുമ്പം 100% അക്യുറസിയോടെ നമുക്കിത് പറയുവാൻ സാധിക്കുമെന്ന്. എന്നാൽ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ മൈക്രോറ്റീസായുടെ ഉപയോഗം വ്യാപകമായതോടെയാണ് നമുക്ക് മനസ്സിലായത് ഈ ലാബ് ടെസ്റ്റുകൾ 100% സുരക്ഷിതമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല നമുക്ക് നൽകുന്നതെന്ന്. പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും ഡോക്ടറെ അസോസ്പെർമിയ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ടെസ്റ്റീസിൽ ബീജം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണോ അതിന്റെ അവസ്ഥ? ഒരിക്കലുമല്ല. ബീജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും കൊണ്ടുവരുന്ന കൊള്ളുകൾക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസോസ്പെർമിയ ഉണ്ടാവാം.
അപ്പം ഡോക്ടർ പറഞ്ഞു വരുന്നത് ബയോപ്സി ചെയ്താൽ എനിക്ക് സാധ്യതയുണ്ടോ എന്നാണോ? അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. വളരെ ആധികാരികമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും, വൃഷ്ണത്തിന്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ബീജോത്പാദനമായിരിക്കാം നടക്കുന്നത്. ചില ഭാഗത്ത് ഒരുപക്ഷെ ബീജോത്പാദനം തീരെ കുറവായിരിക്കാം. അതിനാണ് നമ്മൾ ഹൈപ്പോസ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ചില ഭാഗത്ത് മെച്യൂറേഷൻ അറസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. മെച്യൂറേഷൻ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പുഴു ചിത്രശലഭമാകുന്നത് പല ഘട്ടത്തിലൂടെയാണ്. ഒരു പുഴു ചിത്രശലഭമാകുന്നതിനുള്ള മുമ്പില് അതിന്റെ വളർച്ച തടസ്സപ്പെട്ടാൽ അതൊരിക്കലും ചിത്രശലഭമാകുകയില്ല എന്ന് പറയുന്നത് പോലെ പുരുഷ ബീജം നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ പല ഘട്ടത്തിലൂടെയാണ് ഒരു ആരോഗ്യമുള്ള ബീജാണുവായി മാറുന്നത്. ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും തകരാറ് വന്നാൽ എന്തുപറ്റും? അതിന്റെ പ്രാരംഭിക കോശങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു പുരുഷ ബീജമാകുവാൻ സാധിക്കുകയില്ല. ഇതിനാണ് നമ്മൾ മെച്യൂറേഷൻ അറസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് ബയോപ്സിയിൽ, വൃഷ്ണത്തിന്റെ ഒരു ഭാഗത്തെ ബയോപ്സിയിൽ മെച്യൂറേഷൻ അറസ്റ്റ് എന്ന് കണ്ടാൽ നമ്മൾ വിചാരിച്ചിരുന്നു ഈ രോഗിക്ക് വിജയസാധ്യതയില്ല എന്ന്. ഇന്ന് നമുക്കറിയാം, വൃഷ്ണത്തിന്റെ ചില ഭാഗത്ത് ഇതുപോലെ മെച്യൂറേഷൻ അറസ്റ്റുള്ള കോശങ്ങൾ ഉണ്ടാകാം, അതുപോലെ സെർട്ടോളി സെല്ല് മാത്രമുള്ള അവസ്ഥയുണ്ടാകാം. പക്ഷെ എന്നാലും ചില ഭാഗത്ത് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ സ്പേംസിനെ, നമ്മൾ ടെസ്റ്റിക്കുലാർ ടിഷ്യൂവിനെ ഡിസെക്ട് ചെയ്ത് ബീജാണുക്കൾ ഉണ്ടോ എന്നറിയാനായിട്ടുള്ള മൈക്രോടീസ എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യം, ഡോക്ടറെ എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ഇതിന്റെ ചികിത്സയിൽ ഒരു പ്രധാന കാര്യം ഭാര്യയുടെ പ്രായവും പ്രത്യുൽപാദന ശേഷിയുമാണ്. കാരണം അസോസ്പെർമിയ ഉള്ള ഒരു രോഗി ഡോക്ടർമാരെ മാറി മാറി കണ്ടവർ പോകും. പക്ഷെ പലപ്പോഴും അവർ വൈഫിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാറില്ല. കാര്യം അവരെ ഒരു സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഓവറിയിലും നോർമൽ എന്ന് റിപ്പോർട്ട് കണ്ടു. വൈഫിന് ഡോക്ടറെ ഒരു കുഴപ്പമില്ല, എല്ലാം ഇതാണ് ഇതിന്റെ പ്രശ്നമെന്ന് അവർ പറയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, വൈഫിന്റെ പ്രത്യുൽപാദന ശേഷിയെ പറ്റിയും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. രോഗിയുടെ വിശദമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് പരിശോധനകൾ ചെയ്യണം, അവരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കണം. ഈ രോഗിക്ക് ബീജോത്പാദനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശീലം, വ്യായാമക്കുറവ്, അല്ലെങ്കിൽ പുകവലിയുടെ ഉപയോഗം, അല്ലെങ്കിൽ പുകയില ഏതെങ്കിലും രീതിയിൽ വായിലോ ഒക്കെ വയ്ക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരുപാടെ മാറ്റണം. ഹോർമോൺ തകരാറുകൾ ഉണ്ടെങ്കിൽ അവയെപ്പറ്റി വിശദമായിട്ട് പഠിച്ച് ആ അബ്നോർമാലിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കണം, സ്രവനാർത്ഥ ബീജാണുക്കൾ ഇല്ല എന്ന് കണ്ടുപിടിച്ച പുരുഷന്മാർ ഇന്ന് ഈ മൈക്രോടീസയുടെ സഹായത്തോടെ അവരുടെ ഓൺ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ചികിത്സ ഇല്ല എന്നൊരിക്കലും കരുതരുത്. ഈ ചികിത്സയുടെ വിജയം പല കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധന വേണമെന്നുള്ളത് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, അസോസ്പെർമിയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാന വാക്കല്ല. ഒരിക്കലും കീഴടക്കാൻ പറ്റിയിരുന്നില്ല എന്ന് കരുതിയ പല രോഗങ്ങളും മനുഷ്യൻ കീഴടക്കിയിട്ടുണ്ട് അവന്റെ ഇച്ഛാശക്തിയിലൂടെ. അതുപോലെയാണ് അസോസ്പെർമിയ. അസോസ്പെർമിയ താങ്കൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് വിജയത്തിന് ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് ധൈര്യമായി പോവുക. താങ്കൾക്ക് വിജയം ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്.